ഇതാണ് ചേട്ടാ ലോകം. എന്ത് ചെയ്യാം? മര്യാദക്കാരനായി ജീവിച്ചിട്ട് എന്താ കാര്യം? ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി, നമ്മുടെ ഭാവിക്ക് വേണ്ടി. വെറും 30 രൂപയ്ക്ക് വേണ്ടി ആ കടക്കാരൻ എന്തൊക്കെ പറഞ്ഞെന്നറിയാം? ചട്ടമ്പിമാർക്ക് ഇവിടെ സ്ഥാനമുള്ളൂ. വീണ്ടും സൈക്കിൾ ചെയ്യാൻ എന്റെ കയ്യിലെടുത്തെങ്കിലേ എന്റെ പഴയ സ്ഥാനവും മര്യാദയെല്ലാം തിരിച്ചു കിട്ടും. കുറച്ച് ദിവസങ്ങൾ കൂടി ഒന്ന് സമാധാനമായിരിക്കും. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കൊള്ളും. ദിവസവും ആ കടക്കാരന്റെ മുന്നിൽ കൂടെ വേണ്ടേ പോകേണ്ടത്? ഇതാ 30 രൂപയുണ്ട്. ഇതെവിടുത്താ? കുറച്ചു നാളായി പട്ടി ഒരാൾ വിലക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കുഞ്ഞിനെ പോലെ നീ അതിനെ വളർത്തി, എന്നിട്ട് അതിനെ വിറ്റുണ്ടോ? നിസ്സാര ഒരു 30 രൂപ കാരണം നമ്മുടെ ലക്ഷ്യം തകരാൻ പാടില്ല. ശാന്തേ, ഇതുവരെ എവിടെയായിരുന്നു? എന്താ ഇത്ര താമസിച്ചത്? കോളേജിൽ നിന്ന് നടന്നാ വന്നത്. കോളേജിൽ നിന്ന് നടന്നു വന്നു? അതെ. ആട്ടെ, ബസ് കൂലിക്ക് വന്ന കാശ് എന്ത് ചെയ്തു? ചായ കുടിച്ചു. ആദ്യം ചായ കുടിയിലായിരിക്കും തുടങ്ങുന്നത്, പിന്നെ ചെലവ് കണ്ടമാനമാകും. അച്ഛൻ തരുന്ന 25 പൈസക്ക് എന്ത് കണ്ടമാനം കിട്ടും? എന്റെ കയ്യിൽ നിന്നും പോക്കറ്റ് മണി നിനക്ക് കിട്ടാൻ പോകുന്നില്ല. എങ്കിൽ പിന്നെ എന്താ താമസിച്ചു വന്നെന്നും ചോദിക്കരുത്. ഇനിയെങ്കിലും എന്നെ അകത്തേക്ക് വിടാമോ? എന്താ രാഘവല്ലേ, നിങ്ങളുടെ യൂണിയനൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? യൂണിയനോ? ഇടയ്ക്ക് അങ്ങനെ പാല് പിരിയുന്ന പോലെ പിരിയാറുണ്ട് സാറേ. നമസ്കാരം സാർ. നമസ്കാരം. നിങ്ങൾ ആരാ? മനസ്സിലായില്ല. ഓഹോ, അന്ന് രാത്രി ഇടവഴിയിൽ വെച്ച് കണ്ടുമുട്ടിയ. സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്റെ മക്കളുടെ ഭാഗ്യം കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇരിക്കൂ. വേണ്ട സാർ, ഞാനിവിടെ നിന്നോളാം. അപ്പോ തൊഴിലൊക്കെ പണ്ടത്തെ പോലെ? അയ്യോ ഇല്ല സാർ, ഞാനതെല്ലാം നിർത്തി. നേരെ ചൊവ്വേ ജീവിക്കാനുള്ള ശ്രമമാണ് സാർ. പക്ഷെ എവിടെ ഒരു ജോലി കിട്ടുന്നില്ല. അങ്ങനെയാണോ? എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഓഹോ, ഒരിടത്ത് ഒരു സ്റ്റോർ അറ്റൻഡറുടെ ജോലിയുണ്ട്, ചെയ്യാമോ? ശരി. പക്ഷേ 2000 രൂപ ഡെപ്പോസിറ്റ് കെട്ടേണ്ടി വരും. അതെങ്ങനെയും ഒപ്പിക്കാമോ? ഞാൻ ശ്രമിച്ചു നോക്കാം സാർ. ശരി, എന്നാൽ രൂപ കിട്ടിയ ഉടനെ എന്നെ ഒന്ന് കാണണം കേട്ടോ. ശരി. മാലതി, ഒരു സന്തോഷ വാർത്ത. എന്താ? ജോലി കിട്ടിയോ? ജോലി കിട്ടിയെന്ന് തന്നെ പറയാം. എന്നുവെച്ചാ? ഒരു ഫാക്ടറിയിലെ സ്റ്റോറിലാണ്. ഈ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നൊക്കെ ആയിരിക്കാം. ജോലി എന്തായാലും എന്താ, ജോലി ഉള്ളത് തന്നെ ഒരു അന്തസ്സല്ലേ. പക്ഷേ ഒരു കുഴപ്പം. എന്താണ് ആ ഡെപ്പോസിറ്റ്? ജോലി കിട്ടണമെങ്കിൽ 2000 രൂപ നമ്മൾ കെട്ടിവെക്കണം. 2000 രൂപയോ? അങ്ങനെ നിരാശപ്പെട്ടതെങ്ങനെ? ശ്രമിച്ചു നോക്കാം. ഇന്നിത് രണ്ടാമത്തെ സന്തോഷ വാർത്തയാണെന്ന് ഞാൻ ആഹ്ലാദിക്കായിരുന്നു. രണ്ടാമത്തേതോ? ഒന്നെന്റെ ജോലി, മറ്റേത് 2 മാസമായി എന്റെ കുളി തെറ്റിയിട്ട്. 2 മാസമായി കുളി തെറ്റിയിട്ട്? എന്താ മനസ്സിലായില്ലേ? അത് ശരി. ഞാൻ നോക്കട്ടെ. അത്ര അങ്ങ് ധൃതി വെക്കാതെ, ഇനിയും 6-7 മാസം കൂടെ കഴിയണം. അപ്പോൾ കുറച്ചിരിക്കുന്ന വരെ. ഇതാ ഇങ്ങനെ ഇരിക്കും.
2000 രൂപയ്ക്ക് ഇപ്പൊ എന്ത് ചെയ്യും? അല്ല, മണിച്ചേട്ടൻ പുതിയ സ്കൂട്ടറിലൊക്കെയാണല്ലോ സവാരി. നല്ല കോളാണെന്ന് തോന്നുന്നു. ആ, തൊഴിൽ അതൊക്കെ തന്നെ. ഒരു ചെറിയ പ്രമോഷൻ കിട്ടി. പുതിയ കാശുകാരുമായിട്ടുള്ള സമ്പർക്കമാണ്. അതിനനുസരിച്ച് വരവും കൂടി. ഒരു മാലതി പോയെന്ന് വിചാരിച്ച് ഞാൻ നശിച്ചു പോകുന്നില്ല. ഈ ബിസിനസ്സിൽ ചേട്ടന് ജയിക്കാൻ ആരാ? കൈമണി അടിക്കുകയാണോ? തുറന്നു പറയാമല്ലോ, വേലുവേട്ടന് ഒരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ആ, അപ്പൊ ഇതുവരെ ചാപ്പാട് ചക്കാത്തിലായിരുന്നല്ലേ? ജോലി കിട്ടണമെങ്കിൽ 2000 രൂപ ഡെപ്പോസിറ്റ് കൊടുക്കണം. മണിച്ചേട്ടൻ ഒന്ന് സഹായിച്ചാൽ. 2000 എന്റെ അടുത്ത് എവിടെന്നാ? എനിക്കറിയാം, എന്നെ കൊണ്ട് ചേട്ടന് ഇപ്പോൾ ഒരു പ്രയോജനവും ഇല്ലല്ലോ. കറക്റ്റ്. നീ ഇപ്പൊ പറ, നീ പഴയ തൊഴിലിന് റെഡിയാണെന്ന്. നിനക്ക് എന്തൊക്കെ വേണം? എന്നോട് ഇങ്ങനെ സംസാരിച്ചെന്ന് വേലുവേട്ടൻ അറിഞ്ഞാൽ തന്നെ വെറുതെ വിടില്ല. ജീവിക്കാൻ വല്ല വഴിയും നോക്ക് മാലതി. എവിടെ? ഇപ്പൊ പറഞ്ഞാൽ നിന്റെ തലയെ കയറുമോ? 2 മാസം മുമ്പ് നീ വന്നിരുന്നെങ്കിൽ ചോദിച്ച കാശ് കിട്ടുമായിരുന്നു. സിനിമ എടുക്കാൻ തുടങ്ങി, കാശൊക്കെ അതി മുടങ്ങി. വിമൽ എങ്ങനെ അതിൽ പോയി കുടുങ്ങി? നല്ലൊരു ഡയറക്ടറുമായി പരിചയപ്പെട്ടു. ഒരു കഥയും കിട്ടി. അങ്ങനെ അങ്ങ് തുടങ്ങി. ആരുടെ കഥയാ? ഞാൻ എഴുതിയതാ. കഥാനായിക ഞാൻ തന്നെ. എന്റെ കഥയാ ഞാൻ എഴുതിയിരിക്കുന്നത്. വേറെ ആരഭിനയിച്ചാലും ഞാൻ ചെയ്യുന്ന പോലെ വരുമോ? അത് ശരിയാ. ഓ, ഈ സിനിമ എടുക്കുന്നതിനേക്കാൾ നമ്മുടെ തൊഴിൽ എത്രയോ ഭേദമാ. മഹാറാണിയെ പോലെ ജീവിക്കാം. പല്ലിളിച്ച് കാണിക്കേണ്ട പിഴപ്പായിരുന്നെങ്കിലും അപ്പൊ ഉള്ള കാശ് കൈ കിട്ടും. ഇത് കാശും അങ്ങോട്ട് കൊടുത്ത് പല്ല് വിളിക്കേണ്ടിയിരിക്കുന്നു. എന്തൊരു നാണക്കേട്. ആ, വേണമെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞേ ഏതെങ്കിലും പടത്തിൽ ചാൻസ് വാങ്ങിച്ചു തരാം. വല്ല 50-100 കിട്ടും. അദ്ദേഹം എന്ന് പറഞ്ഞ അദ്ദേഹം ഡയറക്ടർ. ഓഹോ, എനിക്ക് ചാൻസ് ഒന്നും വേണ്ട. 2000 രൂപ കിട്ടിയാൽ കൊള്ളാമായിരുന്നു. അയ്യോ, നീ വേറെ എവിടെയെങ്കിലും ശ്രമിക്കും. ശരി. ആ, ഏതായാലും നീ വന്ന സ്ഥിതിക്ക് ഞങ്ങളുടെ സിനിമാ പടത്തിന്റെ ആൽബം ഒന്ന് കണ്ടേച്ച് ചോദിക്കും. വേണ്ട, സിനിമ പുറത്തിറങ്ങട്ടെ, ഞാൻ കണ്ടോളാം. അയ്യോ, അത് പുറത്തിറങ്ങത്തില്ല. അതുകൊണ്ടാ പറഞ്ഞത്. ഞാൻ പിന്നെ വരാം. നാളെ കാലത്ത് 10 മണിക്ക് മുമ്പ് പണം അടച്ചാലേ എനിക്ക് ജോലി കിട്ടും. നാളെ കാലത്ത് 10 മണി വരെ സമയമുണ്ടല്ലോ, നോക്കാം. ഓ, അപ്പോഴേക്കും വല്ല നിധി വല്ലതും കിട്ടുമോ? എനിക്കൊരു വിശ്വാസമില്ല. നിന്നെ പോറ്റാനുള്ള കഴിവ് എനിക്കില്ല. നമുക്കൊപ്പം ജീവിക്കാനുള്ള ഭാഗ്യവുമില്ല. പക്ഷെ ഒരു കാര്യം തീർച്ചയാണ്, എനിക്ക് ഈ ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാനിവിടെ നിന്നോടൊപ്പം ജീവിക്കില്ല. അല്ല, ഇതാര്? മാലതി? നിന്റെ വീമ്പും ആകാരമൊക്കെ എന്തായണേ ശീലാവതി? കാക്ക കുളിച്ച കൊക്കാവും. അപ്പോ വേലുവിന് നിന്നെ മതിയായി അല്ലേ? നിന്നെ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവരുമെന്ന് ഞാൻ വേലുവിനോടാ വെല്ലുവിളിച്ചു. ഇതാ നീ തന്നെ താനെ വന്നെത്തിയിരിക്കുന്നു. ഗോപി, ഗോപി വിചാരിക്കുന്ന പോലല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. കണ്ടോ, ശങ്കരം പിന്നെയും തെങ്ങേ തന്നെ. മാലതി, ഞാൻ പറയുന്നത് കേക്ക്. നീ ഒരു വാക്ക് പറഞ്ഞാൽ ആ സെക്കൻഡിൽ ഈ നാശത്തിനെ ഗ്രാറ്റുവിറ്റി കൊടുത്ത് പറഞ്ഞേക്കാം. താക്കോൽ നിന്റെ കൈ തരികയും ചെയ്യാം. ഗോപി, ഞാൻ വന്ന കാര്യം മനസ്സിലാക്കാതെ എന്തിനാ അതും ഇതൊക്കെ പറയുന്നത്? വന്ന കാര്യമുണ്ട്. ഗോപിയുടെ ചേട്ടന്റെ കാര്യം. ചേട്ടന്? എടി, വേലു എന്ന് പറയുന്ന തന്ത അല്ലടി എന്റെ തന്ത. പിന്നെ എന്തോന്ന് ചേട്ടൻ? ശരി, പോട്ടെ. വേലുവേട്ടന് കുറച്ച് പണം ആവശ്യമുണ്ട്. ഓ, മൂക്കുപൊടി വാങ്ങിക്കാനായിരിക്കും. 2000 രൂപ പണം അടച്ചാൽ അങ്ങർക്കൊരു ജോലി കിട്ടും. ഇന്ന് 10 മണിക്കുള്ളിൽ വേണം. എവിടെയൊക്കെ ശ്രമിച്ചു നോക്കി. അവസാനം എന്റെ കാക്ക തന്നെ വരേണ്ടി വന്നു. അല്ല, കുറെ കാലം ആയല്ലോ ഈ തൊഴിൽ തുടങ്ങിയിട്ട്. ഒരു സമ്പാദ്യമില്ലേ കയ്യില്? അല്ല, പണം തന്നാ എനിക്ക് എന്തോ തരും? 1 വർഷത്തിനകം എങ്ങനെയെങ്കിലും പണം തിരിച്ചു തന്നേക്കാം. പണമൊന്നും തിരികെ തരണ്ട, ഇവിടെ വന്നാ മതി. എന്റെ കൂടെ
നിന്നെ ഒരു മനുഷ്യനായിട്ട് കരുതുമെന്ന് എന്നെ വേണം പറയാൻ. കുറെ എണ്ണം ആയല്ലോ, മതിയായില്ലേ? ആ ഭാഷ എനിക്കും അറിയാവടാ. എന്താ മതിയോ അതോ ഇനിയും കേൾക്കണോ? പലരുമായി ഇടപഴകിയവളുമാണ്, കിടന്നവളുമാണ്. ഇനിയും പറയട്ടെ, അല്പമെങ്കിലും ദയ തോന്നുമെന്ന് കരുതി ഞാൻ വന്നതാ. വെറും പെണ്ണുപിടിയൻ.